തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാതെയായിട്ട് മാസങ്ങളായി. കെൽട്രോണുമായുള്ള കരാർ പുതുക്കാതെ വന്നതോടുകൂടിയാണ് അറ്റകുറ്റപ്പണികൾ നിലച്ചുപോയത്. കരമന, കവടിയാർ, ചാക്ക, അട്ടക്കുളങ്ങര, പ്രാവച്ചമ്പലം, ഇടപഴങ്ങി അടക്കം നിരവധി സ്ഥലങ്ങളിലാണ് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത്. കെൽട്രോണുമായുള്ള കരാർ സർക്കാർ പുതുക്കിയിട്ട് 3 വർഷമായി. തിരുവനന്തപുരം നഗരത്തിലെ ഏറെ തിരക്ക് പിടിച്ച അട്ടക്കുളങ്ങരയിലാണ് ഞാനുള്ളത്. ഓഫീസുകൾ, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് ടെർമിനൽ അടക്കം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാൻ വാഹനങ്ങൾ ചീറിപ്പായുകയാണ്. എന്നാൽ ഈ പ്രദേശത്ത് ട്രാഫിക് സിഗ്നലുകൾ പണിമുടക്കിയിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് നാളിതുവരെയുമായിട്ട് കഴിഞ്ഞിട്ടില്ല. നിലവിൽ സ്മാർട്ട് സിറ്റിയുടെ കീഴിലുള്ള സിഗ്നലുകൾ മാത്രമാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ആകെ 56 പോയിന്റുകളിലാണ് തലസ്ഥാനത്ത് സിഗ്നലുകൾ ഉള്ളത്. ഇതിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണ്. ഇതോടെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ കാൽനട യാത്രക്കാർ അതിസാഹസികമായാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. അട്ടക്കുളങ്ങര മാത്രമല്ല, നഗരത്തിന്റെ പ്രധാന റോഡുകളിലെല്ലാം സ്ഥിതി ഇതുതന്നെയാണ്. ചാക്ക, കവടിയാർ, പ്രാവച്ചമ്പലം, കരമന അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം കഴിഞ്ഞ കുറേ മാസങ്ങളായി സിഗ്നൽ കത്താതായിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കായി കെൽട്രോണിനാണ് സർക്കാർ കരാർ നൽകിയിരുന്നത്. 2023 കരാർ അവസാനിച്ചെങ്കിലും നാളിതുവരെയുമായിട്ട് സർക്കാർ കരാർ പുതുക്കി നൽകിയില്ല. ഇതോടെ നഗരത്തിന്റെ പ്രധാന ഇടങ്ങളെല്ലാം അപകട തുരുത്തുകളായി മാറി. മിക്ക സ്ഥലങ്ങളിലെയും സിഗ്നലുകൾ ഇടയ്ക്ക് പ്രകാശിക്കുകയും ചിലപ്പോൾ പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്യും. കരാർ പുതുക്കാത്തതിനാൽ ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അധികൃതരുടെ വാദം. ഓരോ ബാറ്ററിയും മാറ്റി പുതിയത് സ്ഥാപിക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവാകും. സിഗ്നലുകൾ പണിമുടക്കിയതോടെ ഗതാഗത കുരുക്കും അപകട മരണങ്ങളും ജില്ലയിൽ വർദ്ധിച്ചു. അമിതമായി എത്തുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നതും പതിവായി. തിരക്കേറിയ ഇടങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാനായി പോലീസുകാരെ വിന്യസിക്കേണ്ട അവസ്ഥയിലായി കാര്യങ്ങൾ. നിലവിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കെൽട്രോണുമായിട്ടുള്ള കരാർ പുതുക്കി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിലെ തെരുവിളക്കുകൾ തകരാറിലായത് പരിഹരിക്കാൻ അറ്റകുറ്റപ്പണി ഉടൻ തുടങ്ങുമെന്ന് മേയർ വി രാജേഷ് റിപ്പോർട്ടറിനോട്. KSEBയുമായും കരാറുകാരുമായും ചർച്ച നടത്തി. ലൈനുകൾ നിരീക്ഷിക്കാൻ കോർപ്പറേഷനിൽ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. 48 മണിക്കൂറിനകം പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ കരാറുകാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും മേയർ പറഞ്ഞു. നഗരസഭയിലെ ചില മേഖലകളിലെ തെരുവ് വിളക്കുകൾ കത്താത്തത് പെരുമാറ്റച്ചട്ട ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇടപെടുന്നതിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ ഇടപെടൽ വൈദ്യുതി വകുപ്പും അതുപോലെ തന്നെ കോർപ്പറേഷൻ തമ്മിലൊരു ഏകോപന നടപടി ഉണ്ടായെന്ന് അറിയുന്നു. ഏത് തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. മറ്റൊന്ന് KRFB, കേരള റോഡ് ഫണ്ടിൻ്റെ ഉടമസ്ഥയിലുള്ള ആയിരക്കണക്കിന് ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകളുടെ കാര്യത്തിൽ അവരാണ് പരിഹരിക്കേണ്ടത്. അവർക്കതിന് ഫണ്ടുണ്ട്, അവരുടെ ഉടമസ്ഥയിലുള്ളതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. ഈ റോഡിൻ്റെയൊക്കെ മീഡിയനിലിരിക്കുന്ന ലൈറ്റ് പലതും KRFBയുടേതാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിക്കും PWDയുടെ ഉൾപ്പെടെ ലൈറ്റുകളുണ്ട്. അതാത് ഡിപ്പാർട്ട്മെൻറ്റാണ് പരിഹരിക്കേണ്ടത്. കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റുകൾ ഞങ്ങൾ 3 കമ്പനികൾക്ക് കരാർ കൊടുത്തിട്ടുണ്ട്. ആ കമ്പനികളുമായിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. KSEBയുമായിട്ടുള്ള ഈ സാങ്കേതിക പ്രശ്നത്തിലൊരു പരിഹാരം കൂടെ കണ്ടെത്തുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ കോഡ് ഓഫ് കോണ്ടാക്ട് മാറിയതിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഓഫ് ആകുമ്പോൾ തന്നെ ഞങ്ങളുടെ മോണിറ്ററിംഗ് സെൻറ്ററിൽ ഈ വിവരം വരും. 48 മണിക്കൂറിൽ കൂടുതൽ ലൈറ്റ് ഓഫായി കിടന്നാൽ ഈ കമ്പനികൾക്ക് പിഴ ഈടാക്കാൻ ഉണ്ട്. അവർക്ക് മാസാമാസം കൊടുക്കുന്ന തുകയിൽ ഞങ്ങളത് കുറയ്ക്കും. എന്തായാലും നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഈ തെരുവ് വിളക്കുകൾ കത്താതിരുന്നത്. എന്തായാലും KSEBയുമായിട്ടുള്ള ഒരു ഏകോപനമായിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.